ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഡയറി ഒക്കെ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഡയറീൻ്റെയൊക്കെ കവർ പേജ് അങ്ങനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഡയറി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ നമുക്ക് ഡയറിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡയറീൻ്റെ കവർ പേജിൽ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ചെറിയ ചുളിവുകൾ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ആ കവർ പേജിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു സൈഡ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചുളിവുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഞാൻ അകത്തോട്ടായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പേപ്പറിൽ ഒരു ഡോറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കാർഡ്ബോർഡ് ഷീറ്റിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പേപ്പറിൽ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റും. അല്ല നമുക്ക് ഡയറക്റ്റ് നമ്മൾ കാർഡ്ബോർഡിലാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിനെ ഒരു 7 പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ആ കാർഡ്ബോർഡ് ഷീറ്റിലും കൂടെ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാനങ്ങനെ 7 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഇതുപോലെ അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഓരോ പീസിൻ്റെ ഇടയിലും ചെറിയൊരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ ഈ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ആ ഡോറിൻ്റെ ഷേപ്പ് ആ ബുക്കിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒട്ടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. പെട്ടെന്ന് കറക്റ്റ് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതാ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പറിന് പകരം നമുക്ക് പ്ലാസ്റ്റർ പാരീസ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ആ ടിഷ്യൂ പേപ്പർ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് വരുന്ന ആ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു ഇത്തിരി ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതിക്ക് ടിഷ്യൂ പേപ്പർ ചെറിയ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ക്ലേ രൂപത്തിലാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്ലേ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കല്ലിൻ്റെ ചുമരൊക്കെ ഉണ്ടാവില്ല, ആ ഒരു എഫക്റ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആവട്ടെ. പിന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരമായിട്ട് നനഞ്ഞിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്നിങ്ങനെ നനച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറിന് ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 2-3 പീസ് ഇതുപോലെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ വള്ളികളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് ക്ലേ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വള്ളിച്ചെടികൾ പോലെ ഞാൻ കുറേ ടിഷ്യൂ പേപ്പർ ചെറിയതാക്കിയിട്ടും ഒക്കെ റോൾ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഡോറിന് വേണ്ടിയിട്ട് ചെറിയ ഇതുപോലത്തെ ഒരു പീസ് ആദ്യം ഒന്ന് പേപ്പറിൽ വരഞ്ഞു കൊടുത്ത് പിന്നെ അത് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലും കൂടെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ പഴയ ഡോറുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലത്തതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഡോറിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ 2 പീസും അങ്ങനെ ഒട്ടിച്ചെടുക്കുക.
അപ്പോൾ ഞാനതെല്ലാം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആവട്ടെ. പിന്നെ ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കി കട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ച് ലീവ്സും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്ലേ വെച്ചിട്ട് തന്നെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഡോറിൽ കാണുന്ന സ്ക്രൂ പോലെ ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര എണ്ണം ഫ്ലവേഴ്സ് വേണം ലീവ്സ് വേണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലേ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതൊക്കെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫോം പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും ഒക്കെ മതി കേട്ടോ. ക്ലേ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചകിരി നാരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെടികൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലേ വെച്ചിട്ട് ചെറിയ ബോൾസ് ഉണ്ടാക്കി ഇതുപോലെ കല്ലുകൾ പോലെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡോറിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ബ്രൗണും ഒരു ഇത്തിരി ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ചുമര് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവിടെ നമ്മൾ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ആഷ് കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ കല്ല് പോലെ അങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ ലൈറ്റ് ആഷ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഡോറിൽ വെച്ചിട്ടുള്ള ആ ഒരു പീസിൽ നമ്മൾ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ വള്ളികളിലൊക്കെ ഞാൻ ബ്രൗൺ കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലീവ്സിനൊക്കെ നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ആ ചകിരി നാര് വെച്ചിട്ടുണ്ടാക്കിയ അതിനും കൂടെ ഗ്രീൻ കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സിന് ഞാനിവിടെ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പല വണ്ണത്തിലുള്ള നൂലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. വള്ളികൾക്കായിട്ട് ചാക്കുന്നൂലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡും ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ബാക്ക് സൈഡ് സിമ്പിളായിട്ട് തന്നെ ആഷ് കളർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നോട്ട്ബുക്കിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കവർ പേജിൽ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഈ ഡയറി ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. ഡയറീൻ്റെ ആ ഫസ്റ്റ് പേജ് ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ നീറ്റായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. ബോട്ടിലിനെ ബുക്ക് രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ ഇത് നമുക്ക് ബുക്ക് ഷെൽഫിലൊക്കെ വെക്കാം, ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മൾ സ്റ്റഡി ടേബിളിലൊക്കെ വെച്ചിട്ട് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്